Hey team, welcome to course Flutter Development course. ഇതിൽ നമ്മൾ നോക്കുന്നത് ഫ്ലട്ടർ എന്ന് പറയുന്ന ഫ്ലട്ടർ എന്താണ്, ഫ്ലട്ടറിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മൾ ഗൂഗിളിൽ വന്നിട്ട് ഫ്ലട്ടർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഫ്ലട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓപ്പൺ സോഴ്സ് UI സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ്. ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ് അല്ലെങ്കിൽ SDK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള മുഴുവൻ സാധനങ്ങളും തരുന്ന, അല്ലെങ്കിൽ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും തരുന്ന ഒരു കിറ്റ്. ഇപ്പോൾ നമ്മൾ പറയുമല്ലോ, പൊതുവെ ഒരു കിറ്റ് എന്ന് പറയുമല്ലോ, അപ്പം അതിൽ ഒരുപാട് സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും, അല്ല അതിന് നമ്മൾ കിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിന് വേണ്ടി, ഇപ്പം ഫ്ലട്ടർ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഗൂഗിൾ തരുന്ന, ഗൂഗിളാണ് ശരിക്കും ഈ ഫ്ലട്ടർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് ക്രിയേറ്റഡ് ബൈ ഗൂഗിൾ. ഓക്കെ, ഓപ്പൺ സോഴ്സ് UI സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ്. UI സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു സോഫ്റ്റ്വെയറിന് UI പാർട്ടുണ്ടാവും, യൂസർ ഇൻ്റർഫേസ് പാർട്ടുണ്ടാവും, യൂസേഴ്സ് സോഫ്റ്റ്വെയർ ഇൻട്രാക്ട് ചെയ്യുന്നതാണ് UI എന്ന് പറയുന്നത്, അല്ലേ. അപ്പം ഈ UI ബിൽഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ UI ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റാണ് ഫ്ലട്ടർ എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് UI ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ UI ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെ ടൈപ്പ് ആപ്ലിക്കേഷൻസ് ഉണ്ട് നമുക്കറിയാം. മൊബൈൽ ആപ്ലിക്കേഷൻ ഒരു UI ആപ്ലിക്കേഷനാണ്. നമ്മൾ കാണുന്ന വാട്സാപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻസ് ആണെങ്കിലൊക്കെ നമ്മുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും UI ഉള്ള ആപ്ലിക്കേഷൻസാണ് നമ്മൾ കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഫ്ലട്ടർ തരുന്ന ഒരു ഫീച്ചറാണ്. അത് കൂടാതെ നമുക്കറിയാം, നമ്മൾ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ഉപയോഗിച്ചിട്ട് വലിയ സ്ക്രീനിൽ നമ്മളിപ്പോൾ ഒരു ക്രോം ഉപയോഗിച്ചിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ ക്രോം വെച്ചിട്ട് ഞാൻ ഓപ്പൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്, അപ്പോൾ ഞാൻ ജിമെയിൽ ഓപ്പൺ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പം ഇതുപോലെ ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ ബ്രൗസറിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് നമുക്ക് ഫ്ലട്ടർ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. മെയിൻലി പക്ഷെ ഉപയോഗിക്കുന്നത് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഫ്ലട്ടർ ഉപയോഗിക്കുന്നത്. അതേ ഫ്ലട്ടർ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഡെസ്ക്ടോപ്പിന് വേണ്ടിയും ടാബ്ലറ്റിന് വേണ്ടിയും എല്ലാം നമുക്ക് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലട്ടർ ഈസ് ആൻ ഓപ്പൺ സോഴ്സ് UI SDK, UI സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ്. ഓക്കെ, ഇറ്റ്സ് ക്രിയേറ്റഡ് ബൈ ഗൂഗിൾ. നമുക്ക് എങ്ങനെ ഫ്ലട്ടറിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് അതിൻ്റെ കുറച്ച് ഇൻസ്റ്റലേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. നമുക്ക് ആദ്യം ഇതാണ് flutter.dev എന്ന് പറയുന്നതാണ് ഫ്ലട്ടറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ബിൽഡ് ആപ്സ് ഫോർ എനി സ്ക്രീൻ, ഇതാണ് ഞാൻ പറഞ്ഞത്. മൊബൈലിന് വേണ്ടി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഡെസ്ക്ടോപ്പിൽ വേണ്ടി റൺ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബ്രൗസറിൽ ഇതേപോലെ ക്രോം ഓപ്പൺ ചെയ്ത പോലെ ഒരു ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം ലേറ്റസ്റ്റ് ഫ്ലട്ടർ, ഇനീഷ്യലി ഫ്ലട്ടർ 1 ഉണ്ടായിരുന്നു, 2 ഉണ്ടായിരുന്നു, 3 ഉണ്ടായിരുന്നു. അപ്പം ഗൂഗിളാണ്, ഞാൻ പറഞ്ഞതാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഗൂഗിളാണ്. അപ്പം ഗൂഗിൾ ഓരോ സമയത്തും അതിൻ്റെ പുതിയ വേർഷൻസ് റിലീസ് ചെയ്യും. ഓരോ വേർഷൻ റിലീസ് ചെയ്യുമ്പോൾ ഇതിന് ഒരുപാട് ഫീച്ചേഴ്സും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഇറ്റ്സ് ആൻ ഓപ്പൺ സോഴ്സ് ഫ്രെയിംവർക്ക് ബൈ ഗൂഗിൾ ഫോർ ബിൽഡിംഗ് ബ്യൂട്ടിഫുൾ നേറ്റീവ്ലി കമ്പൈൽഡ് മൾട്ടി പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിൻഡോസിൽ റൺ ചെയ്യുന്നത് ഡെവലപ്പ് ചെയ്യാം, ആൻഡ്രോയിഡിൽ റൺ ചെയ്യുന്നത് ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് iOSന് വേണ്ടി ഡെവലപ്പ് ചെയ്യാം. മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമിൽ നമുക്ക് റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഫ്രം എ സിംഗിൾ കോഡ് ബേസ്. ഒറ്റ കോഡ് ബേസ്, ഒരു കോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആൻഡ്രോയിഡിനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം, iOSനുള്ളത് ഉണ്ടാക്കാം, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയുള്ളത് ഉണ്ടാക്കാം, എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ഒറ്റ കോഡ് ബേസ്. അല്ലാതെ ആൻഡ്രോയിഡിന് വേണ്ടി ആൻഡ്രോയിഡിൻ്റെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഒരു കോഡ് ബേസും, iOSന് വേണ്ടി iOSൻ്റെ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടുള്ള വേറെ കോഡ് ബേസും, അങ്ങനെയല്ല. രണ്ട് ആൻഡ്രോയിഡിനാണെങ്കിലും iOSനാണെങ്കിലും വെബിനാണെങ്കിലൊക്കെ ഒരു കോഡ് ബേസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഈസ് ഫാസ്റ്റർ. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. പിന്നെ അതേപോലെ അതിൻ്റെ കമ്പൈലേഷനും ഫാസ്റ്ററാണ്. കമ്പൈലേഷൻ ഫാസ്റ്ററാണെന്ന് പറയാൻ കാരണം ഫ്ലട്ടർ ഫ്ലട്ടറിൽ നമ്മൾ എഴുതിയ കോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇപ്പോൾ നമുക്ക് ആൻഡ്രോയിഡിന് വേണ്ടി APK ജനറേറ്റ് ചെയ്യാന്ന് പറയുന്നത്, കമ്പൈൽ ചെയ്യാന്ന് പറയുന്നത് ഫാസ്റ്റായിട്ട് നമുക്ക് നടക്കും. അതേപോലെ iOSനുള്ളതാണെങ്കിലൊക്കെ. പിന്നെ പ്രൊഡക്ടിവിറ്റി കുറച്ചും കൂടെ കൂടും, കാരണം ഇതിൽ ഹോട്ട് റീലോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ പിന്നീട് ഓരോന്നായിട്ട് നമ്മൾ നോക്കും. അതേപോലെ കുറച്ചും കൂടെ നമുക്ക് ഫ്ലെക്സിബിളാണ്.
നമുക്ക് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഓരോരോ കമ്പോണൻസും വിഡ്ജറ്റുകളും നമുക്ക് ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നത് കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാം, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാം, വെബിൽ റൺ ചെയ്യുന്ന വെബ് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം, എല്ലാം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരുപാട് യൂസേഴ്സിൽ ഇപ്പം ചില യൂസേഴ്സ് മൊബൈൽ ആപ്പ് ആയിരിക്കും കുറച്ചും കൂടി താല്പര്യം, ചില യൂസേഴ്സിന് വെബ് ആപ്ലിക്കേഷൻസ് ആയിരിക്കും, അവർ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, അപ്പോൾ അവർ വെബ് ആപ്ലിക്കേഷൻസിലായിരിക്കും താല്പര്യം. അപ്പോൾ അങ്ങനെ എല്ലാ ടൈപ്പ് യൂസേഴ്സിനും അവർക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കാരണം അത് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോം സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ കുറച്ചും കൂടി ഡെവലപ്പർ എക്സ്പീരിയൻസ്, ഫാസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് കോഡ് ചെയ്യാനും കുറച്ച് ക്വിക്കായിട്ടുള്ള കുറേ ടൂൾസ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഇറ്റ്സ് ട്രസ്റ്റഡ് ബൈ മെനി, ഒരുപാട് കമ്പനീസ് അവരെ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഫ്ലട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഫ്ലട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ. അപ്പം ഈ ഫ്ലട്ടറിന് ശരിക്കും 2 പാർട്ടാണുള്ളത്. നമുക്ക് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ UI ഇതുപോലത്തെ കമ്പോണൻസ്, ഇതുപോലത്തെ ലുക്ക് ആൻഡ് ഫീൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലത്തെ ബട്ടൺസ് കൊണ്ടുവരണം, ബോട്ടം ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഇതേപോലത്തെ ടാബ് ബാർ അല്ലെങ്കിൽ ബോട്ടം നാവിഗേഷൻ ബാർ കൊണ്ടുവരണം. ഇതെല്ലാം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് UI ബിൽഡ് ചെയ്യാനുള്ള ഒരു സംഭവം വേണം. അത് കൂടാതെ നമുക്ക് ബാക്ക് എൻഡ് ഇൻ്റഗ്രേഷൻസോ അല്ലെങ്കിൽ നമുക്ക് കോഡിംഗ് എല്ലാം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും വേണം. അപ്പോൾ ഫ്ലട്ടർ എന്ന് പറയുന്നത് ശരിക്കും ഇത് രണ്ടിനും കൂടെ കോമ്പിനേഷനാണ്. ഫ്ലട്ടറിൽ നമുക്ക് വിഡ്ജറ്റ്സ് എന്ന് പറയുന്നത്, വിഡ്ജറ്റ് എന്ന് പറയുന്നത് കമ്പോണൻറ്റ്, ഇപ്പം ഇതൊരു വിഡ്ജറ്റായിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നത് ഇതൊരു വീഡിയോ വിഡ്ജറ്റായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിൽ ഈ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരുപാട് ഇമേജ് പിന്നെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അതിനെ നമുക്കൊരു വിഡ്ജറ്റായിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെ ഈ ബാർ ചാർട്ട് എന്ന് പറയുന്നത് വേറൊരു വിഡ്ജറ്റായിട്ട് കൺസിഡർ ചെയ്യാം. ഇങ്ങനെ ഡിഫറെൻറ്റ് വിഡ്ജറ്റ്സ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വിഡ്ജറ്റ്സ് ബിൽഡ് ചെയ്തിട്ടാണ്, ആ ടേം പ്രത്യേകം ശ്രദ്ധിക്കുക, വിഡ്ജറ്റ്സ് എന്ന് പറയുന്ന വിഡ്ജറ്റ്സ് നമ്മൾ ഇതിനെ വിളിക്കുക, ഫ്ലട്ടറിൽ നമ്മൾ വിളിക്കുന്നത് വിഡ്ജറ്റ്സ് എന്നാണ്. അപ്പം ഇങ്ങനെ വിഡ്ജറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലത്തെ UI കമ്പോണൻസ് ബിൽഡ് ചെയ്യുന്നത്. ഫ്ലട്ടറിൽ നമ്മൾ വിഡ്ജറ്റ്സ് വെച്ചിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോഗ്രാമിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡാർട്ട് എന്ന് പറയുന്നത് ഡാർട്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് നമ്മൾ ഫ്ലട്ടറിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഡാർട്ട് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഇപ്പം ഫ്ലട്ടർ ഡെവലപ്മെൻറ്റ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഡാർട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്തായാലും പഠിക്കണം. അതേപോലെ ഇതിലുള്ള UI ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പിന്നെ HTML നമ്മൾ പഠിക്കുകയെന്നുണ്ടെങ്കിൽ HTML അവർ റെഡിമെയ്ഡായിട്ട് തരുന്ന കുറേ സാധനങ്ങളുണ്ട്. ഹെഡിങ്ങിന് വേണ്ടി H1, H2, H3, ഡിവ്, ലേബല്, പിന്നെ പാരഗ്രാഫ്, ബട്ടണ്, ടെക്സ്റ്റ് ബോക്സിന് വേണ്ടിയുള്ള ഇൻപുട്ട് ടെക്സ്റ്റ് ബോക്സ്, ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ളത് HTML ഡീഫോൾട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരാൾ വെബ് ഡെവലപ്മെൻറ്റ് പഠിക്കണമെന്നുണ്ടെങ്കിൽ HTML പഠിക്കണം. HTML അവർ ഡീഫോൾട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആ സിൻടാക്സും പഠിക്കണം. അത് കൂടാതെ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് പുതിയതായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാനും പറ്റണം. അത് രണ്ടുമാണ് നമ്മൾ വെബ് ഡെവലപ്മെൻറ്റ് പാർട്ടായിട്ട് നമ്മൾ പഠിക്കുക. അതുപോലെ അതിൻ്റെ സ്റ്റൈലിങ്ങും പഠിക്കണം, CSS എല്ലാം ഉപയോഗിച്ചിട്ട്. അതേപോലെ ഫ്ലട്ടറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവർ തരുന്ന ഒരുപാട് വിഡ്ജറ്റ്സ് ഉണ്ട്, ഒരുപാട് പർപ്പസിന് വേണ്ടി അവർ തരുന്ന ഒരുപാട് വിഡ്ജറ്റ്സ് ഉണ്ട്. നമ്മൾ HTML H1, H3, പാരഗ്രാഫ്, ഇതെല്ലാം ബട്ടണ്, ടെക്സ്റ്റ് ബോക്സിനെല്ലാം അവർ വിഡ്ജറ്റ് തരുന്ന പോലെ, എലമെൻറ്റ്സ് HTML ടാഗ്സ് തരുന്ന പോലെ ഫ്ലട്ടർ ടീം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് റെഡിമെയ്ഡ് വിഡ്ജറ്റ്സ് ഉണ്ട്. അത് കൂടാതെ നമുക്ക് നമ്മുടേതായ വിഡ്ജറ്റ്സ് കുറേ എണ്ണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുക, ഇതുപോലെ റെഡിമെയ്ഡായിട്ട് തരുന്ന സാധനങ്ങളെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ പുതിയ വിഡ്ജറ്റ്സ് ഉണ്ടാക്കും. അപ്പോൾ അത് നമുക്ക് ശരിക്കും അതിൻ്റെ ഭാഗമായിട്ട് ഫ്ലട്ടർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പഠിക്കണം. മറ്റൊന്ന് നമുക്ക് പഠിക്കേണ്ടത് ഡാറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് കോഡിങ്, നമുക്കിപ്പോൾ ഒരുപാട് സ്ക്രീൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു സ്ക്രീൻ ഉണ്ട്. ഇനിയിപ്പോൾ ഇതിന് മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽക്ക് പോകുന്ന വേറെ സ്ക്രീൻ ഉണ്ട്, നാവിഗേഷന് വേണ്ടി വേറെ സ്ക്രീൻ ഉണ്ട്, യൂസേഴ്സിൻ്റെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കാൻ വേണ്ടി സ്ക്രീൻസ് ഉണ്ട്. അങ്ങനെ ഇതുപോലെ സ്ക്രീൻസ് എല്ലാം ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് മൾട്ടിപ്പിൾ ഫയൽസ് ആക്കിയിട്ട് ചെയ്യും. അപ്പോൾ അതിനുള്ള നമ്മൾ ഡാർട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡാർട്ട് കോഡിങ്ങും നമുക്ക് പഠിക്കണം. അപ്പോൾ ഇതെല്ലാം ഫ്ലട്ടറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ഓക്കെ. അപ്പം ഡാർട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അവർ ഡാർട്ട് പാഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഫ്ലട്ടർ തരുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്ലട്ടർ ടീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കുറച്ചത് കോംപ്ലക്സ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഇപ്പോൾ നമുക്ക് നോക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഫ്ലട്ടർ എന്ന് പറയുന്നത് ഒരു ഗൂഗിൾ തരുന്നൊരു ഫ്രെയിം വർക്കാണ്. ഒരുപാട് ടൂൾസും ടൂൾ ചെയിനെല്ലാം ഉള്ള ഒരു ഫ്രെയിം വർക്കാണ് ഫ്ലട്ടർ എന്ന് പറയുന്നത്. അതിൽ ഫ്ലട്ടർ SDK ഉണ്ട്, നമുക്ക് ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ് ഉണ്ട്. അതേപോലെ അവർ തരുന്ന കുറേ എക്സ്റ്റൻഷൻസും കാര്യങ്ങളെല്ലാം, പ്ലഗിൻസും എക്സ്റ്റൻഷൻസും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സെഷനിൽ ഫ്ലട്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും ഒരു ഫസ്റ്റ് ആപ്ലിക്കേഷൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ വിഡ്ജറ്റ് എന്നുള്ള ടേം ഓർത്ത് വെക്കുക. ഡാർട്ട് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജും, ഇത് രണ്ടുമാണ് നമ്മൾ ഫ്ലട്ടർ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ഇതാണ് അവർ ഒഫീഷ്യൽ വെബ്സൈറ്റ്. പിന്നെ അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ഫ്ലട്ടറിൻ്റെ, നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് ഫ്ലട്ടറിൻ്റെ എന്തൊക്കെ അഡ്വാൻറ്റേജസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇവിടെ പറയുന്നുണ്ട്. ഫാസ്റ്റ്, പ്രൊഡക്റ്റീവ്, ഫ്ലെക്സിബിൾ ആണ്. അപ്പം ഇതിൽ ഫാസ്റ്റ് എന്ന് പറയാനുള്ള കാരണം കമ്പൈലേഷനും കാര്യങ്ങളും ഫാസ്റ്റാണ്. കമ്പൈൽ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ എഴുതിയ കോഡിനെ ആൻഡ്രോയിഡിൽ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ APK ആക്കിയിട്ട് മാറ്റണം, iOS റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ IPA ഫയലാക്കിയിട്ട് മാറ്റണം. അപ്പം അങ്ങനെ കമ്പൈൽ ചെയ്യുന്നതെല്ലാം നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മേലെ റൺ ചെയ്യാൻ പറ്റുന്ന, ആൻഡ്രോയിഡിൽ iOS റൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ കോഡിനെ കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ കമ്പൈൽ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പൈലേഷൻ വളരെ ഫാസ്റ്റായിട്ട് നടക്കും. അത് കൂടാതെ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമിൽ റൺ ചെയ്യും, ആൻഡ്രോയിഡിലും iOS വിൻഡോസിലും ലിനക്സിലും വെബ് ആപ്ലിക്കേഷനായിട്ട് അങ്ങനെ വേണമെങ്കിൽ അതും, അങ്ങനെ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമിൽ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഡെവലപ്പർ എക്സ്പീരിയൻസ് കുറച്ചും കൂടെ ബെറ്റർ ആണ്. അപ്പം അതെല്ലാമാണ് അതിൻ്റെ ഒരു സൈഡിലുള്ളത്. പിന്നെ ഡെവലപ്പർ എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് ഹോട്ട് റീലോഡിംഗ് ഉണ്ട്. ഹോട്ട് റീലോഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഡ് ടൈപ്പ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ്ലി അത് ആപ്ലിക്കേഷനിൽ നമുക്ക് കാണാൻ പറ്റും. അതെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിക്കും. അതെല്ലാമാണ് അതിൻ്റെ ഫ്ലട്ടറിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റാം. പിന്നെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്ലട്ടർ ഡെവലപ്പറായിട്ട് ആകാൻ പഠിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഫ്ലട്ടർ ഡെവലപ്പേഴ്സാണ്. ഇതേപോലെ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ഫ്ലട്ടർ ഡെവലപ്പേഴ്സ്, അവരുടെ കമ്മ്യൂണിറ്റി, അവരുടെ സപ്പോർട്ട് വളരെ കൂടുതലാണ്. അതേപോലെ ഇവൻറ്റ്സ്, ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ടും ഫ്ലട്ടർ ഡെവലപ്പേഴ്സിൻ്റെ ഇവൻറ്റ്സ് എല്ലാ സമയത്തും നടക്കുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് അടുത്ത സെഷനിൽ അതിൻ്റെ ബാക്കി ഇൻസ്റ്റലേഷനും കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം.